മടി പിടിച്ചിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ആയുധമാണ് ഈ റോളർ. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തു, ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു. നല്ല രീതിയിൽ റോൾ ചെയ്ത് കൊടുക്കാൻ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ ചിപ്പൊട്ട്ലി സോസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേളിലോട്ടായിട്ട് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ചു. നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മേളിലോട്ടായിട്ട് ചില്ലി ഫ്ലേക്സ് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ സോസേജ് അതിൻ്റെ മേളിലോട്ട് വെക്കാനായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. പിന്നെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടെ ചീസിനെസ്സിന് വേണ്ടിയിട്ട് ഈ ചീസ് സ്ലൈസ് എടുത്ത് ഇതിൻ്റെ മേളിലോട്ടായിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ മേളിലോട്ടായിട്ട് സോസേജ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് രണ്ട് സൈഡിലോട്ടുമായിട്ട് ഒന്ന് കുത്തി വെക്കുന്നുണ്ട്. സോ നമ്മുടെ ബ്രെഡ് റോൾ ഒന്ന് സീലായി കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ ബാക്കിയുള്ള ബ്രെഡ് റോളും ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമ്മളൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് മുട്ടയുടെ യോക്ക് ഉണ്ടല്ലോ, അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അത് ഇതിൻ്റെ മേലിലോട്ടായിട്ട് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതൊന്ന് അവനിൽ വെച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെഡ് സോസേജ് റോൾ റെഡി.